നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. BJP പ്രതിഷേധത്തിനെതിരെ LDFും UDFും. വലപ്പാട് മേഖലയിൽ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ നടപടിയുടെ ഭാഗമായി MDMAയും ഹാഷിഷ് ഓയിലും കൈവശം വെച്ചിരുന്ന 2 പേർ അറസ്റ്റിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനാഘോഷം കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്കൊപ്പം ആഘോഷിച്ചു. അഞ്ച് പതിറ്റാണ്ടിന്റെ കാവ്യസഭയ്ക്ക് അക്ഷരലോകത്ത് സജീവമായി ജീന. വാർത്തകൾ വിശദമായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. BJP പ്രതിഷേധത്തിനെതിരെ LDFും UDFും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ പ്രേരിതമായി അജണ്ടയിൽ ഇല്ലാത്ത വിഷയം തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP അംഗങ്ങൾ പ്രസിഡന്റിന് മുന്നിൽ മേശപ്പുറത്ത് കയറിയിരുന്ന് യോഗ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപിയോട് കുടിവെള്ള വിതരണത്തിന് ഒരു ടാങ്കർ ലോറി വേണമെന്ന് ആവശ്യപ്പെടുന്ന തീരുമാനം എടുക്കണമെന്ന വിഷയം അജണ്ട വെച്ച് ചർച്ച ചെയ്യുകയും അത് പ്രായോഗികമല്ല, മറിച്ച് അത്രയും ഫണ്ട് സുരേഷ് ഗോപിയോട് ചോദിച്ചു വാങ്ങി മൈക്രോ കുടിവെള്ള പദ്ധതികൾ കുടിവെള്ളക്ഷാമം ഉള്ള വാർഡുകളിൽ നടപ്പാക്കുന്നതാണ് ശാശ്വത പരിഹാരം എന്ന് വിലയിരുത്തി ടാങ്കർ ലോറി വിഷയം മുൻപ് നടന്ന യോഗത്തിൽ തന്നെ തള്ളിയതാണെന്നും BJP അംഗങ്ങൾ ഒഴികെയുള്ള LDF, UDF അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഈ സമരാഭാസത്തെ അവലംബിച്ചിട്ടുള്ളതാണെന്നും ഭരണസമിതി യോഗം കൃത്യതയോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പഞ്ചായത്ത് രാജ് നിയമപ്രകാരം എല്ലാവരും ഭരണപക്ഷമാണെന്നും പ്രതിപക്ഷം ഇല്ല എന്നിരിക്കെ ഇത്തരം സമര കോപ്രായങ്ങൾ കാണിക്കുന്ന BJP ജനപ്രതിനിധികൾ ആ സ്ഥാനത്തിരിക്കാൻ അർഹരല്ലെന്നും LDF, UDF അംഗങ്ങൾ ഒറ്റക്കെട്ടായി അഭിപ്രായപ്പെട്ടു. പദ്ധതി മൈക്രോ കുടിവെള്ള പദ്ധതി സുരേഷ് ഗോപി MP-യുടെ മന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളത് നടപ്പാക്കിയിരിക്കും. ഞങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമാണ്. ജനങ്ങൾ കുടിവെള്ള പ്രശ്നത്തിൽ വളരെ അനുഭവപൂർവ്വമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അക്കാര്യത്തിൽ ഞങ്ങൾ BJP അംഗങ്ങൾ ഒറ്റക്കെട്ടാണ്. മറിച്ച് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി ടാങ്കർ ലോറി വെച്ചുകൊണ്ട് പഴയ കാലത്തതുപോലെ കുടങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് അതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയോട് ഞങ്ങൾ യോജിപ്പില്ല. ശാശ്വതമായ പരിഹാരത്തിന് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രോജക്റ്റുകളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലപ്പാട് മേഖലയിൽ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ നടപടിയുടെ ഭാഗമായി MDMAയും ഹാഷിഷ് ഓയിലും കൈവശം വെച്ചിരുന്ന 2 പേർ അറസ്റ്റിൽ. എക്സൈസ് വകുപ്പിന്റെ പ്രത്യേക മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനമായ ഓപ്പറേഷൻ തണ്ടർ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ജൂൺ 18 ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ ജെയുടെ നേതൃത്വത്തിലുള്ള സംഘം ചാവക്കാട് താലൂക്കിൽ വലപ്പാട് വില്ലേജിൽ പള്ളിപ്പുറം ഭാഗത്ത് ദേശീയപാത 66 സർവീസ് റോഡിന് സമീപമുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2.6 ഗ്രാം MDMAയും 3.18 ഗ്രാം ഹാഷിഷ് ഓയിലും കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് പെരിങ്ങോട്ടുകര പുത്തമ്പുരക്കൽ വീട്ടിൽ നിതിൻ, താനിൻ ദേശത്ത് പഴയടത്ത് വീട്ടിൽ അനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് അധികൃതരുടെ പ്രാഥമിക അന്വേഷണത്തിൽ പ്രതികൾ മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നവരും ആവശ്യക്കാർക്ക് വിതരണം നടത്തി വന്നിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വലപ്പാട്, തൃപ്പയാർ, തളിക്കുളം മേഖലകളിൽ പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് ശൃംഖലയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ വലപ്പാട്, തൃപ്പയാർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനത്തെ ജീവനക്കാരാണെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തമുണ്ടോ എന്നും മയക്കുമരുന്ന് എത്തിച്ച ഉറവിടം ഏതാണെന്നും ഉള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടരുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനാഘോഷം കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്കൊപ്പം ആഘോഷിച്ചു. വൃദ്ധസദനത്തിൽ നടന്ന ചടങ്ങിൽ കേക്ക് മുറിച്ച് നൽകി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MB സജീവൻ,
മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KN വേണുഗോപാൽ, പ്രമോദ് കണിമംഗലത്ത്, സജീവൻ ഞാറ്റുവെട്ടി, വിൻസെന്റ് കുണ്ടുകുളങ്ങര, പോൾ പുലിക്കോട്ടിൽ, അഷ്റഫ് അമ്പയിൽ എന്നിവർ പ്രസംഗിച്ചു. ശിവാജി കൈപ്പുള്ളി, ലൂയിസ് താണിക്കൽ, ജഗദീഷ് രാജ് വാളമുക്ക്, വില്ലി പട്ടത്തനം, രേണുക റിച്ചു എന്നിവർ നേതൃത്വം നൽകി. 5 പതിറ്റാണ്ടിന്റെ കാവ്യസഭ്യ അക്ഷരലോകത്ത് സജീവമായി ഈ ജിനൻ. ലളിതമായ വരികളിലൂടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഹൃദയം കീഴടക്കിയ പ്രമുഖ കവിയും ബാലസാഹിത്യകാരനുമായ ഈ ജിനന്റെ സാഹിത്യ ജീവിതം 5 പതിറ്റാണ്ട് പിന്നിടുന്നു. മലയാള ബാലസാഹിത്യ രംഗത്ത് തനതായ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഇന്നും പുതിയ രചനകളുമായി സാഹിത്യ ലോകത്ത് സജീവ സാന്നിധ്യമാണ്. മണപ്പുറത്തിന്റെ സാഹിത്യ പ്രതിഭയായിരുന്ന EVG എന്നറിയപ്പെട്ടിരുന്ന EV ഗോപാലൻ മാസ്റ്ററുടെ മകനായ ജിനൻ ചെറുപ്പം മുതലേ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പഠനകാലത്ത് കയ്യെഴുത്ത് മാസികകളിലൂടെയായിരുന്നു സാഹിത്യയാത്രയുടെ തുടക്കം. തുടർന്ന് നിരവധി സമാന്തര പ്രസിദ്ധീകരണങ്ങളിലൂടെയും അനുകാലികങ്ങളിലൂടെയും തന്റെ രചനകൾ വായനക്കാരിലെത്തിച്ചു. 1975 പ്രസിദ്ധീകരിച്ച ഉണ്ണിക്കിനാവ് എന്ന കവിതയോടെയാണ് സാഹിത്യ രംഗത്ത് ശ്രദ്ധേയമായ അരങ്ങേറ്റം കുറിച്ചത്. തുടക്കം പഠനകാലത്താണ് എന്ന് പറഞ്ഞാലും ചെറുപ്പത്തിലെ കുറിച്ച് നോക്കി പല കവിത വായിച്ച് നോക്കുമ്പോൾ ഇതുപോലെ എഴുതിയാൽ എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് എഴുതി നോക്കൊന്നും ശരിയായിട്ടില്ല. അച്ഛനെഴുത്തുകാരൻ അച്ഛൻ്റെ കൊടുക്കുമ്പോൾ അച്ഛൻ അത് തിരുത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ അല്ല, അപ്പോൾ അത് ഉപേക്ഷിച്ചു. പിന്നീട് വായന തന്നെയായി. ഒരു ഗ്രാമഫോൺ ഉണ്ടായിരുന്നു. ഗ്രാമഫോണിൽ അച്ഛൻ എഴുതുമ്പോൾ ആ ഡിസ്ക് വെച്ചിട്ട് പാട്ട് വരും. നാഴൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോണം എന്ന് കേൾക്കുമ്പോൾ ആ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഒരു ചിത്രം മനസ്സിൽ വരും. ആകാശത്തേക്ക് പോകണം, എൻ്റെ മനസ്സൊക്കെ ആകാശത്തേക്ക് പോയിട്ട് അവിടെ ഈ പൊന്നോണം എന്ന് പറയുന്നതും കാണുന്നു. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഭാസ്കരൻ മാഷ കവിതയാണെന്ന് അച്ഛൻ പറയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ആസ്വദിച്ചിട്ടാണ് കവിതയിലേക്ക് വന്നത്. പമ്പരം എന്നൊരു ചിത്രം കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ ആ ചിത്രത്തിനനുസരിച്ച് വേറൊരു എൻ്റെ ഒരു കാഴ്ചന് പമ്പരം കറങ്ങണ കാഴ്ചയിൽ ആ കാഴ്ച സാധാരണ നല്ല രസത്തിൽ കറങ്ങണ ഭംഗിയാണ്. അപ്പോൾ ഞാനതിലൊരു നൊമ്പരം കണ്ടു. ചരട് കൊണ്ട് വയറ് ചുറ്റി എറിയുമേറു പമ്പരം, തറയിൽ വീണു തല കറങ്ങി മറിയുമേറു പമ്പരം, പമ്പരം തിരിഞ്ഞുലഞ്ഞു വീണതത്ര സുന്ദരം, ആരറിഞ്ഞതിൻ്റെ നെഞ്ചിലേറ്റ കൊച്ചു നൊമ്പരം എന്ന് പറഞ്ഞപ്പോൾ ആ നൊമ്പരം കാഴ്ചയോട് ഒരു ജീവിതമായിട്ട് മാറ്റത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു കവിത വെറുതെ കവിത എഴുതാൻ പോരാ, കുട്ടികൾക്ക് പ്രത്യേകിച്ച് എഴുതുമ്പോഴും അതിലൊരു ആശയം അവർക്ക് കിട്ടണം. ഈ ജിനന്റെ രചനകളിൽ ഏറ്റവും ജനപ്രിയമായ കൃതികളിൽ ഒന്നാണ് കുരുത്തോലക്കിളി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം നേടിയ ഈ കവിതാ സമാഹാരത്തിന്റെ വരികൾ സംഗീതാവിഷ്കാരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് ഏറ്റെടുത്തത്. കവിതയുടെ അതിവിപുലമായ ജനപ്രീതിയെ തുടർന്ന് അതിന്റെ യഥാർത്ഥ രചയിതാവിനെ കണ്ടെത്താൻ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകേണ്ട സാഹചര്യം വരെ ഉണ്ടായത് ഈ സൃഷ്ടിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു. തലമുറകൾ മാറിയിട്ടും കുരുത്തോലക്കിളി ഇന്നും വായനക്കാരുടെയും ആസ്വാദകരുടെയും പ്രിയപ്പെട്ട കവിതയായി തുടരുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാറ്റു പറഞ്ഞത് എന്ന പ്രശസ്ത കവിതയുടെ രചയിതാവും ഈ ജിനനാണ്. കൂടാതെ ഉപ്പിന് പോണ ദിക്കേത്, അവകാശികൾ, 2 മഴക്കാഴ്ചകൾ തുടങ്ങിയ കവിതകളും കേരള പാഠപുസ്തകങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. നിരവധി രചനകൾ CBSE പാഠപുസ്തകങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവിത ഈ യുറീക്ക മാസികയ്ക്ക് അയക്കുക, അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. യുറീക്കയിൽ നിന്നാണ് പാഠപുസ്തകങ്ങളിലേക്ക് വന്നത്. കുറച്ച് ഉപ്പ് പൊതിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കുഴിച്ചിടും. പിന്നെ നമ്മൾ കണ്ണ് കെട്ടിയിട്ട് അത് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു പാട്ട് ഉപ്പിന് പോകണ വഴിയത്. ഇത് വെച്ചിട്ട് ഞാൻ 4 ദിക്കും വെച്ചിട്ട് കവിത ഉണ്ടാക്കിയിട്ടാണ് ആ കവിത ഉപ്പിന് പോണ ദിക്കേത് എന്ന പേരിൽ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സുഹൃത്ത് മാഷ് പിടിച്ചു പറയും, ജനം ചേട്ടൻ്റെ കവിത 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ അതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് കൊടുത്തിട്ടില്ലോ. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ എൻ്റെ കവിത ഉണ്ട്. സാഹിത്യ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച ഈ ജിനൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത്. സാഹിത്യ പ്രവർത്തനങ്ങൾക്കൊപ്പം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സജീവ പ്രവർത്തകനായി അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. കുട്ടികളുടെ പ്രിയപ്പെട്ട ശാസ്ത്ര മാസികയായ യുറീക്കയുടെ പത്രാധിപ സമിതി അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചു. കവിതകൾക്ക് പുറമെ കഥ, നാടകം, ഗാനരചന തുടങ്ങി വിവിധ സാഹിത്യ മേഖലകളിലായി 20ലധികം പുസ്തകങ്ങൾ ഈ ജിനന്റെ പേരിലുണ്ട്.
സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരത്തിനൊപ്പം PT ഭാസ്കര പണിക്കർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട്. 50 വർഷത്തെ സമ്പന്നമായ സാഹിത്യ ജീവിതം പിന്നിടുമ്പോൾ വരികളിൽ ലാളിത്യവും മനുഷ്യസ്നേഹവും കൈവിടാതെ പുതിയ സൃഷ്ടികളുമായി മുന്നേറുകയാണ് മതിലകത്തിന്റെ ഈ അഭിമാന സാഹിത്യകാരൻ. കൊടുങ്ങല്ലൂർ AEO ആയി വിരമിച്ച ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന PK മീരാബായിയാണ് ഭാര്യ. ദിലീപ്, കിരൺ എന്നിവർ മക്കളാണ്. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ വായനാ ദിനം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക CR സീമ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TA പോൾ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്ററുകൾ അണിനിരത്തി വായനാ ദിന മരം രൂപപ്പെടുത്തി. വിദ്യാർത്ഥികൾക്ക് വായനാ ദിന സന്ദേശം നൽകി. ജർമ്മൻ സ്വദേശികളായ അധ്യാപക ദമ്പതികൾ ഉട്ട, അലാഷ് എന്നിവർ വായനാ ദിനത്തിൽ വിശിഷ്ട അതിഥികളായി. വിദ്യാർത്ഥികൾ വിവിധ തരത്തിലുള്ള വായനാ ദിന പരിപാടികൾ അവതരിപ്പിച്ചു. അധ്യാപകരായ കെറ്റി ജോസഫ്, മനിത ഗബ്രിയേൽ, ലിനി ആന്റണി, ടെജി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വായനാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വായനാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കോളേജ് ചെയർമാൻ ശ്രീ ശിവൻ കണ്ണോളി നിർവഹിച്ചു. പുസ്തകങ്ങളും പത്രങ്ങളും ദൈനംദിനമായി വായിച്ചെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികളിൽ പൊതുവിജ്ഞാനം വളർത്തിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർമാൻ പറഞ്ഞു. സൊസൈറ്റി സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, വൈസ് പ്രസിഡന്റ് ശ്രീ AN സിദ്ധപ്രസാദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോളേജ് പ്രിൻസിപ്പൽ NC അനീജ സ്വാഗതം ആശംസിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ ലതിമോൾ MV നന്ദി രേഖപ്പെടുത്തി. അസിസ്റ്റന്റ് പ്രൊഫസർ ശശിധരൻ V, ലൈബ്രറിയൻ രമ്യ KR എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി റീഡിംഗ് ക്ലബിന്റെ ഉദ്ഘാടനം, ദിനപത്ര വായന, പ്രതിവാര പുസ്തക നിരൂപണം, ഞാൻ വായിച്ച പുസ്തകം എന്ന വിഷയത്തിൽ റീൽസ് മേക്കിംഗ് മത്സരം തുടങ്ങിയ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ചാവക്കാടിൽ സ്കൂൾ വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ചു. വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സുനാമി കോളനിക്ക് സമീപം മത്തിക്കായൽ റോഡിലാണ് അപകടം നടന്നത്. വട്ടേക്കാട് സ്കൂളിന് വേണ്ടി കരാടിസ്ഥാനത്തിൽ ഓടുന്ന മിനി ബസിന്റെ പുറകിൽ ഇടതുവശത്തെ ടയറാണ് ഊരിത്തെറിച്ചത്. സമീപത്തെ ട്രാൻസ്ഫോമറിന് അടുത്തായിരുന്നു അപകടം. ടയർ ഊരിത്തെറിച്ചതോടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നിലവിളിക്കാൻ തുടങ്ങി. നിയന്ത്രണം വിട്ട വാഹനം സമീപത്തെ ട്രാൻസ്ഫോമറിൽ ഇടിക്കുകയോ മത്തിക്കായലിലേക്ക് മറിയുകയോ ആയിരുന്നുവെങ്കിൽ വൻ അപകടത്തിന് കാരണമാകുമായിരുന്നു. മത്തിക്കായലിൽ നിറഞ്ഞു കിടക്കുകയാണ്. പുറകുവശത്തെ വീൽ ഊരിത്തെറിച്ചതിനാൽ ആണ് അപകട സാധ്യത കുറവായത്. വിദ്യാർത്ഥികളെ മറ്റു വാഹനത്തിൽ സ്കൂളിൽ എത്തിക്കുകയായിരുന്നു. അപകട സ്ഥലത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ വാഹനം കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പോലീസ് വന്നതിനു ശേഷമാണ് വാഹനം വിട്ടുകൊടുക്കാൻ തയ്യാറായത്. പഞ്ചായത്ത് പ്രസിഡന്റ് VM അബ്ദുൾ മനാഫ് ജനപ്രതിനിധികളും അപകട സ്ഥലത്ത് എത്തി വാഹനം പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ആരോഗ്യ പരിപാലനം ലക്ഷ്യമാക്കി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ VK ക്ലാസ് എടുത്തു. HI സിനി സുനിൽ കുമാർ, ഡോക്ടർ കിരൺ VC, ഡോക്ടർ ബസീല, പ്രേരക് മിനി, അയന AN, മല്ലിക NP, ഡിക്സൺ KG എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗ ഇൻസ്ട്രക്ടർ ലൈജു AS യോഗ ക്ലാസ് നയിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്കെല്ലാം മരുന്നുകൾ വിതരണം ചെയ്തു. ഒരു ഇടവേളയ്ക്കു ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താ നേരം തുടരുന്നു.
തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വായന പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി. വായനയുടെ പ്രാധാന്യവും പുസ്തക സംസ്കാരത്തിന്റെ മൂല്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ PS റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വായന മനുഷ്യന്റെ ചിന്താശേഷിയും സർഗാത്മകതയും വളർത്തുന്ന ശക്തമായ ഉപാധിയാണെന്നും ഡിജിറ്റൽ കാലഘട്ടത്തിലും പുസ്തക വായനയുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരൻ SM ജീവൻ വായനാ ദിന സന്ദേശം നൽകി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവി പ്രസാദ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, സെക്രട്ടറി NS ജയൻ, പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപിക EK ഗതിജാബി, PTA പ്രസിഡന്റ് ER ജോഷി, പെരിഞ്ഞനം പഞ്ചായത്ത് സമിതി കൺവീനർ P രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളം വായിക്കാൻ പഠിക്കും. ടീച്ചർ പ്രത്യേകിച്ച് മലയാളം എടുക്കുമ്പോൾ ഒരു പദ്യം എടുത്താൽ അത് വായിപ്പിക്കും, ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കും, കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുമല്ലോ സാധാരണ ടീച്ചേഴ്സ്. അപ്പം ഞാൻ വായിക്കല്ല, ഞാൻ അത് എഴുന്നേറ്റ് നിന്ന് കാണാപ്പാടം ചൊല്ലുകയായിരുന്നു പതിവ്. വായന തുടങ്ങുന്നത് അങ്ങനെയാണ്, സാധാരണ പോലെ തന്നെ, വളരെ സാധാരണ പോലെ തന്നെ. പിന്നെ സ്വാഭാവികമായിട്ടാണ് കുറച്ചുകൂടി ഒന്ന് പരിണമിച്ച് പ്രസിദ്ധീകരണങ്ങളിലേക്ക് കടന്നു. ഇന്ന് അത്തരം പ്രസിദ്ധീകരണങ്ങൾ കുറവാണ്, നമ്മുടെ ഇവിടെയൊക്കെ കുറവാണ്. അതിന് പകരം സീരിയലുകളുണ്ട്. അതേ കഥകളൊക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള സീരിയലുകളുണ്ട്. കുട്ടികളൊന്നും അത് കാണുന്നില്ല എന്നുള്ളത് വളരെ നല്ലതാണ്. ഞാനൊക്കെ ഇത് വായിച്ചിട്ടുണ്ട്. മംഗളത്തിലെയും മനോരമയിലേക്ക് നോവലുകൾ വായിച്ച് അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ തലത്തിലൊക്കെ എത്തുമ്പോഴാണ് സത്യത്തിൽ വായനയ്ക്കൊരു ഗൗരവം ഉണ്ടാകും. എടത്തുരുത്തി വെസ്റ്റ് SNVLP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. കുട്ടികൾക്ക് വായനക്കുടുക്ക സമ്മാനിച്ചുകൊണ്ട് ഡയറ്റ് ഫാക്കൽറ്റി P പ്രസി വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ദിനാർ കുട്ടമംഗലം അധ്യക്ഷനായി. വാർഡ് മെമ്പർ ഷാജി കണ്ണങ്കിലത്ത്, OSC സെക്രട്ടറി ദിനേശ് കൊല്ലാറ എന്നിവർ ക്ലാസ് ലൈബ്രറികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം BPC CR CC രശ്മി രക്ഷിതാക്കളുടെ രചനകളുടെ പ്രകാശനം നടത്തി. പ്രധാനാധ്യാപിക TG നിമ്മി, MS ഫസീല, KG ഗീജ, OV സോന, ER രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ ദിവസം നോക്കിയപ്പോഴും അറിയാം അല്ലെ, പല രീതിയിൽ ഓരോ ദിവസത്തിന്റെ പ്രത്യേകത. പക്ഷെ കുട്ടികള് വായനയെ കൊണ്ടുവരണം എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ഗവൺമെന്റിന്റെ കൃത്യമായ സർക്കുലർ ഇറങ്ങി തന്നെയാണ് വായനാ ദിനം സ്കൂളുകളിൽ ആഘോഷിച്ചു വരുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ഒരു വിദ്യാലയം എന്ന് കുറിച്ചുകൂടി 2 വാക്ക്. കൃത്യമായിട്ട് നമ്മളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. സ്കൂളുകള് കുട്ടികളെല്ലാം കുറഞ്ഞു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് പൊതുലോകം, പൊതുസമൂഹം നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ തിരിച്ചു പിടിച്ചതിന്റെ വലിയൊരു മാതൃകയാണ് ഈ വിദ്യാലയം അല്ലെ. കുട്ടികൾ കുറഞ്ഞു പോയിരുന്നിടത്ത് നിന്ന് ഇതാ ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടം അധ്യാപകരുണ്ട്, നന്നായി പണിയെടുക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് ഓരോ കുട്ടിക്കും എന്താണോ വേണ്ടത് അത് എത്തിച്ചു തരാൻ ഒരുക്കമുള്ള ഒരു കൂട്ടം അധ്യാപകർ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നാട്ടില് കുട്ടികളെ എത്തിച്ച ഒരു വിദ്യാലയം ആണ്. BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെതിരെയുള്ള ഗാർഹിക പീഡന പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ പ്രിയങ്കയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ഗുണ്ടാ നേതാവ് അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരിഞ്ഞനം സ്വദേശി കല്ലാടൻ ഗിരീഷിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗിരീഷ് തന്റെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയതെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. നേരത്തെ പ്രിയങ്കയെ ക്രൂരമായി മർദ്ദിച്ചതിന് ശ്രീകുമാറിനെതിരെ വധശ്രമത്തിനുൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ശ്രീകുമാറിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നും കോടതിയിൽ ഇയാൾക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് കല്ലാടൻ ഗിരീഷ് പ്രിയയുടെ പുതിയകാവിലെ വീട്ടിൽ അതിക്രമിച്ച് കയറിയത് എന്നാണ് പുതിയ പരാതി. സംഭവത്തിൽ മതിലകം പോലീസ് ശ്രീകുമാറിനെ 2ാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ ഗിരീഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മർദ്ദനക്കേസിൽ ശ്രീകുമാർ നൽകിയ ജാമ്യാപേക്ഷ പരിഗണനയിലായതിനാൽ അറസ്റ്റ് കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ 3 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു.
ചെറുതുരുത്തി നെടുമ്പുര സ്വദേശികളായ 12 വയസ്സുള്ള വിദ്യാർത്ഥിനിക്കും 4 വയസ്സുള്ള ഇരട്ട കുട്ടികളായ വിദ്യാർത്ഥിനികൾക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു. പനിയും വയറിളക്കവും ബാധിച്ചതിനെ തുടർന്ന് കുട്ടികൾ ചെറുതുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ആദ്യം ചികിത്സ തേടിയത്. പിന്നീട് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വിദഗ്ധ പരിശോധനകൾക്ക് വിധേയരാക്കി. പ്രദേശത്ത് പ്രതിരോധ നടപടികളും നിരീക്ഷണവും ശക്തമാക്കി. ഉരുമനയൂരിൽ കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. നൌഷാദ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനു പുറകിൽ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാർ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നൌഷാദിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിളാങ്ങാട് ബീച്ചിൽ പ്രവർത്തിക്കുന്ന സിമന്റ് സ്ഥാപനത്തിൽ ഡ്രൈവറായിരുന്ന നൌഷാദ് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ എറിയാട് ബൈക്കിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എറിയാട് ചേരമാൻ ജംഗ്ഷന് സമീപം കോമോ റോഡിൽ താമസിക്കുന്ന എടവനക്കാട് സ്വദേശി കുട്ടേക്കാട് വീട്ടിൽ 44 വയസ്സുള്ള നിസാറാണ് മരിച്ചത്. അഴീക്കോട് ചാമക്കാല റോഡിൽ നിന്നും കോമോ റോഡിലേക്ക് തിരിയുന്നതിനിടെ നിസാർ സഞ്ചരിച്ച സ്കൂട്ടറിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാന്നാമംഗലം വെള്ളക്കാരിക്കടത്ത് കാട്ടാന ശല്യം രൂക്ഷം. കുട്ടിയാന ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചും നാട്ടുകാർ കാട്ടാനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പുലർച്ചെ 3 മണി വരെ കാട്ടാനക്കൂട്ടം തമ്പടിച്ചു. സമീപത്തെ യൂക്കാലി തോട്ടത്തിലാണ് കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് ചന്ദ്രാപിന്നി എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികൾക്ക് തുടക്കമായി. വിസ്പേഴ്സ് ഇൻ ഹൈക്യൂ എന്ന പേരിൽ മാഗസിൻ, റീഡിംഗ് മാരത്തോൺ, ക്യാരക്ടർ കോസ്റ്റ്യൂം കോൺടെസ്റ്റ്, ഹ്യൂമൻ ലൈബ്രറി, ഡിക്ഷണറി ഗെയിം, സ്പെല്ലിംഗ് ബി, ബുക്ക് റിവ്യൂ, കിസ് മത്സരം, ലൈബ്രറി സന്ദർശനം തുടങ്ങിയ വിധങ്ങളായ വായനാ പ്രോത്സാഹന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി 120-ലധികം വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. സതീഷ് കുമാർ വിശാഖപട്ടണം ഉദ്ഘാടനം ചെയ്തു. സിനിമയും സാഹിത്യവും സംഗീതത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിഷ് പൊയ്യാറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിനി മയൂക പ്രബന്ധം അവതരിപ്പിച്ചു. TN അജയകുമാർ, കൺവീനർ ബേബി ഷജന, സ്റ്റാഫ് സെക്രട്ടറി പ്രഭിത തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. BJP പ്രതിഷേധത്തിനെതിരെ LDF-ഉം UDF-ഉം. വലപ്പാട് മേഖലയിൽ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ നടപടിയുടെ ഭാഗമായി MDMA-യും ഹാഷിഷ് ഓയിലും കൈവശം വെച്ചിരുന്ന 2 പേർ അറസ്റ്റിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനാഘോഷം കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്കൊപ്പം ആഘോഷിച്ചു. 5 പതിറ്റാണ്ടിന്റെ കാവ്യസഭയ്ക്ക് അക്ഷരലോകത്ത് സജീവമായി ഈ ജീവൻ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.